എനിക്ക് കേരളീയ സമൂഹത്തിന്റെ മുന്നിൽ പറയാനുള്ളത് കോടതികൾ എന്ത് പറയുന്നോ, ജനങ്ങൾ മറ്റുള്ളവരെന്ത് പറയുന്നോ, പോലീസ് എന്ത് പറയുന്നോ, അതൊക്കെ മറ്റൊരു കാര്യമാണ്. ഞാൻ ഉറച്ച വിശ്വാസിയാണ്, മതവിശ്വാസിയാണ്, ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. ദൈവവിശ്വാസം ഇല്ലാത്ത ആളുകൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് അംഗീകരിക്കുന്നതിനോടൊപ്പം ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു മുസ്ലിം എന്ന നിലയിൽ ഒരു മുസ്ലിമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, അവന്റെ ജീവിതത്തിലെ ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യമാണ് വിശുദ്ധ ഖുർആൻ. ഈ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസം ആണ് നോമ്പ് മാസം, റമളാൻ മാസം. ഈ മാസത്തിന്റെ പ്രത്യേകതയും ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളും ഈ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുന്നതും ഒക്കെ ലോകത്തിന്റെ മാർഗദർശനമായ ഖുർആൻ ഇറങ്ങിയ മാസമാണ് എന്നതുകൊണ്ടാണ്. ഈ ഖുർആൻ ഇറങ്ങിയ ഈ മാസത്തിന് നോമ്പുകാരനായിട്ട് നോമ്പ് മുറിക്കാൻ പോകുന്ന സമയത്ത് ഈ വിശുദ്ധ ഖുർആൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ഇത് നെഞ്ചോടടുപ്പിച്ചുകൊണ്ട് ഞാൻ കേരളീയ സമൂഹത്തോട്, ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളോട്, കോടതികളോട് എല്ലാം എനിക്ക് പറയാനുള്ളത് ഞാൻ പറയാണ്. ബാംഗ്ലൂർ ബോംബ് സ്ഫോടനത്തിൽ ഏതെങ്കിലും തരത്തിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഞാൻ ഒരു തരത്തിലും ഒരു 0.001% പോലും ആ കാര്യത്തെപ്പറ്റി എനിക്ക് യാതൊരു തരത്തിലുള്ള അറിവും അതിനു മുമ്പും പിമ്പും ഉണ്ടായിട്ടില്ല. ആരും എന്നോട് അതേപ്പറ്റി സംസാരിച്ചിട്ടുമില്ല. ഈ പറയപ്പെടുന്ന തടിയന്തവിട നസീർ ഉൾപ്പെടെ പറയപ്പെടുന്ന ഒരാളും എന്നോട് അതേപ്പറ്റി ഒരു വാക്കുപോലും ഒരിക്കലും ഫോണിലോ നേരിട്ടോ സംസാരിച്ചിട്ടില്ല. എനിക്ക് യാതൊരു ബന്ധവും ആ കാര്യത്തിലില്ല എന്ന കാര്യം ഞാൻ എല്ലാത്തിനേക്കാളും കൂടുതൽ മാനിക്കുന്ന, പ്രപഞ്ചത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഈ വിശുദ്ധ ഗ്രന്ഥം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ റമളാൻ മാസത്തിന്റെ നോമ്പ് മുറിക്കാൻ പോകുന്ന ഈ സമയത്ത് നോമ്പുകാരനായിട്ട് ഞാൻ കേരളീയ സമൂഹത്തോട് പറയാം. ഇതാണ് എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ളത്. ഈ വിശുദ്ധ ഖുർആൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയാനുള്ള കാര്യം, എനിക്ക് പറയാനുള്ള എന്റെ സർവസ്വം അതാണ്. ആ ഖുർആൻ നെഞ്ചോടടുക്കി പിടിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇതാണ് എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ള കാര്യം. ഞാൻ നിരപരാധിയാണ്.